നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. ഭക്ഷണം മനസ്സിനെയും പ്രവൃത്തിയെയുമൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു ചെറിയ കഥ പറയാം. ഒരു സന്യാസി, അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ അതിർത്തി ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പായിരുന്നു. അദ്ദേഹം നല്ല ജ്ഞാനിയാണ്. അതേപോലെ തന്നെ എല്ലാത്തിലും മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ വളരെ തൽപരനാണ്. ഇദ്ദേഹത്തിന് കിട്ടുന്ന ദക്ഷിണയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ആണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത്യാവശ്യത്തിന് മാത്രം എടുക്കും, ബാക്കി അദ്ദേഹം ഉപയോഗിക്കും. അങ്ങനെ ഉള്ളൊരു മഹത് വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. അവിടെ ഇങ്ങനെ ധ്യാനവും അതുപോലെ തന്നെ സത്സംഗങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഇദ്ദേഹത്തെ പറ്റിയുള്ള ഈ പ്രശസ്തി ഉണ്ടല്ലോ, രാജാവിൻ്റെ ചെവിയിലുമെത്തി. ഒരു ദിവസം രാജാവ് ഈ മഹാത്മാവിനെ കാണാൻ ചെന്നു. അദ്ദേഹത്തിനും വളരെ ഇഷ്ടമായി ഇദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ. ഉടനെ പറഞ്ഞു, 2 ദിവസം എൻ്റെ കൂടെ കൊട്ടാരത്തിൽ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞു, സന്യാസി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പോകാറില്ല എന്ന് പറഞ്ഞു. അത് സാരമില്ല, 2 ദിവസത്തെ കാര്യമുള്ളൂ, അങ്ങ് വരൂ. അങ്ങ് വന്നു കഴിഞ്ഞാൽ അങ്ങയുടെ ആ പാദസ്പർശം കൊണ്ട് തന്നെ എൻ്റെ കൊട്ടാരവും എൻ്റെ രാജ്യവും എല്ലാം പവിത്രമാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങ് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം അവിടെ ചെന്നു. 2 ദിവസം താമസിച്ചു തിരിച്ചു പോന്നു. ഇദ്ദേഹം തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോഴാണ് രാജ്ഞിയുടെ വൈരമാല കാണുന്നില്ല എന്നുള്ള വിവരം അറിയുന്നത്. ഉടനെ തന്നെ രാജാവ് കാവൽക്കാരെയൊക്കെ വിളിച്ചു. അവരെയൊക്കെ ചോദ്യം ചെയ്തു. അവരെ എത്ര ഭേദനം നടത്തിയിട്ടും ഒരിക്കലും അവരെടുത്തില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ ഒരു അന്ത്യശാസനം പുറപ്പെടുവിച്ചു. 2 ദിവസത്തിനുള്ളിൽ ഈ മാല ആരാണ് എടുത്തതെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങളെ, അവർ 3 പേരോ മറ്റുണ്ട്, നിങ്ങളെ തൂക്കിലേറ്റുമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ സന്യാസി കൊട്ടാരത്തിലെത്തി. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ആ മാലയെടുത്തത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. രാജാവിന് അതിശയമായി. മഹാത്മാവേ, അങ്ങ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സന്യാസി പറഞ്ഞു, എനിക്കും അറിയാൻ പാടില്ല ഞാൻ എന്തിനാണ് എടുത്തതെന്നോ എപ്പോഴാണ് എടുത്തതെന്നോ പോലും എനിക്കൊരു നിശ്ചയം. എന്തോ ഞാനത് എടുത്തു എന്ന് മാത്രമേ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിത് കാണുന്നു, എനിക്കറിയില്ല മഹാരാജൻ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇതെന്താ ഇതിൻ്റെ പുറകിൽ എന്നറിയണമല്ലോ. അങ്ങനെ രാജാവ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ കള്ളന്മാരിൽ നിന്നും പിടിച്ച അരി, കള്ളന്മാരിൽ നിന്ന് പിടിച്ച ധാന്യം, അത് ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തത്. അപ്പം ആ ധാന്യത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ്, അതായത് ആ ധാന്യം കള്ളന്മാരിൽ നിന്ന് പിടിച്ചതായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു ബുദ്ധി തോന്നിയെന്നറിയില്ല. എന്തായാലും അദ്ദേഹം അത് ചെയ്തത് അതുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പം നമ്മളെല്ലാവരും ഇത് തന്നെയല്ല പലതും നമുക്കറിയാം. ഇത് നമ്മളറിയേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ മനസ്സിനെ എന്തുമാത്രം സ്വാധീനിക്കുമെന്നുള്ളത്. ആ ഭക്ഷണമല്ലേ മജ്ജയും മാംസവും മനസ്സും ഒക്കെ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് കഴിയുന്നു നമ്മളെല്ലാവരും നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക.